അല്ല, ഞാൻ പരിപാടി പങ്കെടുത്തത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല. ഞാൻ അതിനെപ്പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഞാൻ വന്നത് മുനമ്പം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകളെ കാണാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നൊരു 11 മണിയോടുകൂടി അവരെ സന്ദർശിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഇപ്പോൾ താങ്കൾ സ്ഥാനത്തേക്ക് ഭരണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ടും SFDP അടക്കമുള്ള സമുദായ സംഘടനകൾ താങ്കളെ പിന്തുണയ്ക്കുന്നു. അതുപോലെ തന്നെ സമസ്ത അടക്കമുള്ളവരുടെ പരിപാടിയിൽ താങ്കൾ സജീവം പങ്കെടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള ചർച്ച സമുദായ രാഷ്ട്രീയ പാർട്ടി സമുദായ സംഘടനകളടക്കം മുന്നോട്ട് ഒരു ഘട്ടമുണ്ട്. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കുകയാണ്? എല്ലാ സമുദായ സംഘടനകളുമായും എനിക്ക് നല്ല ബന്ധം എല്ലാ കാലത്തുമുണ്ട്. പുതിയതല്ല, എല്ലാ കാലത്തും എല്ലാ സംഘടനകളുമായിട്ടും നല്ല ബന്ധം എനിക്കുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധമായൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അപ്പോൾ ആ ഗവൺമെൻറ് മാറണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും വലിയ ജനദ്രോഹം നടത്തിയിട്ടൊരു സർക്കാർ ഉണ്ടാകില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു ഗവൺമെൻറ് UDF നേതൃത്വത്തിൽ ഉണ്ടാകണം. അതിനാണ് പ്രാധാന്യം. അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞാൻ അത്തരം ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പം ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ടും മുണ്ടും ഇടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റ് ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പരമാവധി ശിക്ഷ കുറ്റവാളികൾക്ക് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ചില ഒഴിവാക്കിയവരെ സംബന്ധിച്ച കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരിനിയും മേൽക്കോടതികളിലേക്ക് അപ്പീലുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു കൊലപാതകം നാളെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പരമാവധി ശിക്ഷയ്ക്ക് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ശിക്ഷ നൽകാൻ അവർ നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മുനമ്പത്തിനോടെ പോകട്ടെ, മുനമ്പത്ത് പോയി അവരെ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഇത്രയും നാളായി എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല. ഞാനിന്നവിടെ ചെല്ലും. അവരച്ഛന്മാരുണ്ടാകും, ബന്ധപ്പെട്ട ആളുകളുണ്ട്, സമരം ചെയ്യുന്നവരുണ്ട്. സമരം ചെയ്യുന്നവരുമായിട്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ അറിയുക എന്നുള്ളതാണ്, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.